നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങ് അടുക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരാകും വിജയി എന്ന്, ആരാകും ഭരണത്തിൽ വരിക എന്ന് ആളുകൾ ഇങ്ങനെ ചിന്തിച്ച് കുന്തം വിഴുങ്ങിയിരിക്കുകയാണ്. പി.കെ. അബ്ദുൾ റബ്ബ് എന്ന് പറഞ്ഞ ഒരു വിദ്യാഭ്യാസ മന്ത്രി നമുക്കുണ്ടായിരുന്നു. പച്ചസാരി, പച്ചബോർഡ്, അതുപോലെ തന്നെ ഓണപരീക്ഷ ഇത്യാദി വിവാദങ്ങളൊക്കെ ഉണ്ടായ സമയത്തുള്ള വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബ്. അദ്ദേഹം മുസ്ലിം ലീഗിന്റെ വലിയ നേതാവാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഉപമുഖ്യമന്ത്രിയായിരുന്നു. വലിയ പാരമ്പര്യമുള്ള കുടുംബ മഹിമയുള്ള കുടുംബത്തിൽ നിന്നും ലീഗിലെത്തി ലീഗിന്റെ മന്ത്രിയായ വ്യക്തിയാണ്. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിലെ ഓൺലൈൻ മീഡിയയിൽ നിന്ന് പോയി അഭിമുഖം ഏർപ്പെടുത്തിയിരുന്നു, ഇന്റർവ്യൂ ചെയ്തു. അപ്പൊ അദ്ദേഹം എടുത്തു പറയുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ച് പ്രേക്ഷകരെ അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് തരുന്നത്, അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്നത്. ഒന്ന്, ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗിന് അർഹതപ്പെട്ടതാണ്. കരുണാകരന്റെ കാലത്തും CH-ന്റെ കാലത്തും ഉപമുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. CH ഉപമുഖ്യമന്ത്രി ആയിട്ടും മുഖ്യമന്ത്രിയായിട്ടും തിളങ്ങിയ വ്യക്തിത്വമാണ്. അതിനുശേഷം തന്റെ ഫാദർ ഉപമുഖ്യമന്ത്രിയായ വ്യക്തിയാണ്. പിന്നീട് ഇങ്ങോട്ട് ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടില്ല എന്ന് CH-ന്റെയും ഇദ്ദേഹത്തിന്റെ ബാപ്പയുടെയും പേര് പറഞ്ഞിട്ട് പറയുന്നത്. അപ്പോ ഇപ്പൊ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉപമുഖ്യമന്ത്രി ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്ന ആളുകൾക്ക് അദ്ദേഹത്തിന്റെ മറുപടിയിൽ നിന്ന് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. ലീഗ് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചാൽ അത് നിഷേധിക്കുവാനുള്ള ശക്തി UDF-ന് ഉണ്ടാവുകയില്ല. കാരണം ഇപ്പോഴത്തെ രാഷ്ട്രീയ സമവാക്യം വെച്ചിട്ട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും UDF-ന് അർഹമായ അല്ലെങ്കിൽ അർഹതയുണ്ടെന്ന് അവർ കരുതുന്ന ഒരു വലിയ വിജയം ലഭ്യമായിട്ടില്ല. അവർക്ക് സർക്കാർ വിരുദ്ധ വോട്ടുകൾ അവരുടെ ബാലറ്റിലേക്ക് അല്ലെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥികൾക്ക് കോർഡിനേറ്റ് ചെയ്യാനോ അവർക്ക് എത്തിക്കാനോ കഴിഞ്ഞിട്ടില്ല. അത് കനകോലുവിന്റെ റിപ്പോർട്ടിൽ തന്നെയുണ്ട്. ആകെ മുസ്ലിം ലീഗ് മത്സരിച്ച സ്ഥലങ്ങളിലും മുസ്ലിം ലീഗ് കാൻഡിഡേറ്റ് നിന്ന സ്ഥലങ്ങളിലുമാണ് UDF-ന് മഹാഭൂരിപക്ഷം വോട്ട് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലീഗ് UDF-ന്റെ അവിഭാജ്യ ഘടകമാണ്, രണ്ടാമത്തെ വലിയ കക്ഷിയാണ്. ഇക്കാര്യങ്ങൾ കോൺഗ്രസിന് നിഷേധിക്കാനും പറ്റുകയില്ല. UDF ഒരുപാട് സീറ്റ് നേടി മുന്നിൽ വരികയാണെങ്കിൽ മുസ്ലിം ലീഗിന് കൃത്യമായി അവർ മത്സരിക്കുന്ന സ്ഥലത്ത് 27 അല്ലെങ്കിൽ 30 സീറ്റിൽ അവർ മത്സരിച്ചാൽ അത്രയും ഇടങ്ങളിൽ അവർ ജയിക്കുകയാണെങ്കിൽ അടുത്ത മന്ത്രിസഭയിൽ അവർ ഉറപ്പായിട്ടും 5-ാം മന്ത്രിസ്ഥാനം 6-ാം മന്ത്രിസ്ഥാനം ഒക്കെ ഇനി പഴയ കഥയാകും. ഉപമുഖ്യമന്ത്രി സ്ഥാനം അവർക്ക് വേണമെന്ന് പറയും. കാരണം രണ്ട് വ്യാഖ്യാനങ്ങൾ ഇതിനകത്ത് പറയാം. UDF പറയുകയാണ് ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഞങ്ങൾ തരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പുറത്ത് LDF ഉണ്ട്. കാരണം മൂന്നാമതൊരു ശക്തിയായി BJP വളർന്നു വരുന്നുണ്ട്. BJPയെ ഒതുക്കണം, വർഗീയ രാഷ്ട്രീയത്തെ ഒതുക്കണമെങ്കിൽ മറ്റൊരു ശക്തമായ മുന്നണി സംവിധാനം കേരളത്തിൽ വേണം. UDF-ന് കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് പലർക്കും അറിയാം. BJPയെ ഒതുക്കാനോ BJPയുടെ തീവ്ര ഹിന്ദു വർഗീയ അജണ്ടയെ മറികടക്കാനോ കോൺഗ്രസിനാകുമെന്ന് പലർക്കും വിശ്വാസമില്ല. അങ്ങനെ ആകുമായിരുന്നെങ്കിൽ രാജ്യത്തെ മോദി ഭരണമൊക്കെ എന്നെ മാറി കോൺഗ്രസ് UPA-യോ വേറെ സർക്കാരോ ഒക്കെ ഇന്ത്യ മുന്നണിയൊക്കെ അധികാരത്തിൽ വന്നേ. അപ്പൊ ഇവിടെ ഇടതു മുന്നണി ലീഗിന്റെ വർഗീയ സ്വഭാവമൊക്കെ പറയുന്നുണ്ടെങ്കിലും ലീഗിനെ ഒപ്പം കൂട്ടാനുള്ള ശ്രമം ഇടക്കാലത്ത് നടത്തിയിരുന്നു. EP ജയരാജനും MV ഗോവിന്ദൻ മാസ്റ്ററും ഒക്കെ തന്നെ ഇക്കാര്യത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. വിശാലമായ അർത്ഥത്തിൽ ലീഗിനെ ഉൾക്കൊള്ളുന്നതിൽ ഒരു പരിമിതി ഇല്ല എന്ന ചിന്ത ഇടതുമുന്നണി അവതരിപ്പിച്ചിരുന്നു. അപ്പോ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗ് ആവശ്യപ്പെട്ടിട്ടും അതില്ല, തരുന്നില്ല എന്ന് കോൺഗ്രസ് തറപ്പിച്ചു പറയുകയാണെങ്കിൽ അപ്പുറത്ത് ഓപ്ഷൻ ഉണ്ട്. കാരണം BJP നേടുന്ന വോട്ടും സീറ്റും ഒക്കെ വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പായിരിക്കും 2026 നടക്കാൻ പോകുന്നത്. അപ്പോ LDF ഉറപ്പായിട്ടും ലീഗിനെ വിളിക്കും. കാരണം 30 സീറ്റോളം ലീഗിന്റെ കയ്യിലുണ്ടെങ്കിൽ അത് വൻ ഭൂരിപക്ഷത്തിലായിരിക്കും ആ മുന്നണി അധികാരത്തിൽ വരിക. ലീഗ് സ്വാഭാവികമായും ഉപമുഖ്യമന്ത്രി സ്ഥാനം കിട്ടുകയാണെങ്കിൽ നേരെ ഇടതുമുന്നണിയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ ആരും അന്തിച്ചൊന്നും മൂക്കത്ത് വിരളൊന്നും വെക്കേണ്ട, പോവുക തന്നെ ചെയ്യും. ഉപമുഖ്യമന്ത്രി സ്ഥാനം കിട്ടുകയാണെങ്കിൽ ലീഗ് കൃത്യമായും LDF-ലേക്ക് ചേക്കേറും. അതിനകത്ത് ഒരു സംശയവും ആർക്കും വേണ്ട. അതുകൊണ്ട് UDF എന്ത് വില കൊടുത്തും മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനമോ അതിൽ വലിയ പദവി ഉണ്ടെങ്കിൽ അത് കൊടുക്കാനും ഒക്കെ സന്നദ്ധരാകും എന്ന തരത്തിലാണ് അബ്ദുൾ റബ്ബ് അദ്ദേഹത്തിന്റെ അഭിമുഖത്തിന്റെ വരികൾക്കിടയിൽ പറയാതെ പറഞ്ഞു പോകുന്ന സത്യങ്ങൾ.